ഹലോ ചെങ്ങായിമാരെ, വെൽക്കം ടു ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മത്തൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ വരുന്ന മത്തനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടർ പംകിൻ ആണ്. എനിക്ക് ഇതിന്റെ രുചി ഇഷ്ടമായത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ മത്തൻ വെച്ചും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഞാൻ ഇവിടെ മത്തൻ എല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടതാണ് പച്ചമുളക്. ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളതാണ് ഒരു മീഡിയം സൈസ് തക്കാളി. അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഇനി വേണ്ടതാണ് സവാള. ഒരു മീഡിയം സൈസ് സവാള ഞാൻ നൈസായി മുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാളക്ക് പകരം ചെറിയ ഉള്ളിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരെ വരട്ടെ. ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. പ്രഷർ എല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം. മൺചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ച മത്തനെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾ പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിലേക്ക് വെള്ളത്തിന്റെ കൂടെ 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് മത്തനൊന്ന് ഉടച്ചു കൊടുക്കണം. അതൊരു പ്രത്യേക ഫ്ലേവർ തരികയും കൂടെ തന്നെ കറി കുറച്ചുകൂടെ തിക്കാവാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടി അരച്ചൊഴിക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരക്കാൻ വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചിട്ട് വരാം. നല്ലപോലെ തിളക്കുന്ന സമയത്ത് ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പ് കൂടി നോക്കിയിട്ട് ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ഇത് കൂട്ടാവുന്നതാണ്. വേറെ ഒന്നും ഇതിന്റെ കൂടെ ഇല്ലെങ്കിലും ചോറും തീരുന്ന അറിയില്ല. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കൂടെ തന്നെ രുചികരമായ റെസിപ്പിക്ക് വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ശരി.